ഗാസയിലെ ദുരിതത്തിലായ ജനങ്ങളെ സഹായിക്കുന്നതിനും ആവശ്യമായ ചികിത്സ നൽകുന്നതിനുമായി 7 ആംബുലൻസുകൾ റോയൽ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ കൈമാറി. രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുടെ നിർദ്ദേശത്തിന്റെ വെളിച്ചത്തിലാണ് ഗാസയിൽ ദുരിതമനുഭവിക്കുന്നവർക്കായി RHSF സഹായം പ്രഖ്യാപിച്ചത്. ജോർഡൻ ചാരിറ്റി അതോറിറ്റിക്ക് കീഴിലുള്ള ഗാസയിലെ ജോർഡൻ ഫീൽഡ് ഹോസ്പിറ്റലിലാണ് ആംബുലൻസുകൾ RHSF പ്രതിനിധി സംഘം കഴിഞ്ഞ ദിവസം കൈമാറിയത്. ജോർഡൻ തലസ്ഥാനമായ അമാനിലെ ഹുസൈൻ ക്യാൻസർ സെന്ററിൽ പരിക്കേറ്റവരും രോഗികളുമായ ഗാസക്കാർക്ക് ചികിത്സ നൽകുന്ന സംവിധാനങ്ങളും സംഘം സന്ദർശിച്ചു. ഹമദ് രാജാവിന്റെ നിർദ്ദേശമനുസരിച്ച് ഗാസയിലേക്കുള്ള സഹായം വരും ദിവസങ്ങളിലും നൽകുന്നത് തുടരുമെന്നും RHSF സെക്രട്ടറി ജനറൽ ഷെയ്ഖ് അലി ബിൻ ഖലീഫ അൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സംഘത്തിൽ RHSF വൈസ് ചെയർമാൻ ഡോക്ടർ മുസ്തഫ അസഹൈദ്, കാഫ് ഹ്യൂമാനിറ്റേറിയൻ CEO ജാസി മുഹമ്മദ് സയാർ, പ്രോജക്ട് മാനേജർ താരിഖ് താഹ അഷേഖ്, പലസ്തീൻ സപ്പോർട്ട് സൊസൈറ്റി ചെയർമാൻ അബ്ദുൽ മുനം അൽമീൻ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. 7 ആംബുലൻസുകൾ 2 മൊബൈൽ ക്ലിനിക്കുകളാണ്. ബഹ്റൈൻ ജനതയുടെ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും സമ്മാനമാണിതെന്ന് ഷെയ്ഖ് അലി ബിൻ ഖലീഫ അൽ ഖലീഫ വ്യക്തമാക്കി. അതോടൊപ്പം സംഘർഷം അതിരൂക്ഷമായി തുടരുന്ന ഗാസയിൽ 6 ആഴ്ച വെടിനിർത്തലിന് ശ്രമിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു. റമദാന് മുന്നോടിയായി എക്സിൽ പോസ്റ്റ് ചെയ്ത സന്ദേശത്തിലാണ് ബൈഡൻ ഇക്കാര്യം പറഞ്ഞത്. 6 ആഴ്ചയെങ്കിലും ഉടനടിയും സുസ്ഥിരവുമായ വെടിനിർത്തൽ ഏർപ്പെടുത്താൻ അമേരിക്ക തുടർച്ചയായി പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം ആവർത്തിച്ചു. അമേരിക്കയുടെ ഒത്താശയോടെ ഗാസയിൽ ഇസ്രയേൽ കൂട്ടക്കൊല തുടരുന്ന പശ്ചാത്തലത്തിലാണ് ബൈഡന്റെ ഈ പ്രസ്താവന. പലസ്തീനികൾക്കും ഇസ്രയേലുകൾക്കും സ്വാതന്ത്ര്യം, അന്തസ്സ്, സുരക്ഷ, സമൃദ്ധി എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള ദ്വിരാഷ്ട്ര പരിഹാരമാണ് US ലക്ഷ്യമാക്കുന്നതെന്നും സമാധാനത്തിലേക്കുള്ള ഏകപാത അതാണെന്നും ബൈഡൻ പറഞ്ഞു. കര, ആകാശം, കടൽ എന്നിവ വഴി ഗാസയിലേക്ക് കൂടുതൽ മാനുഷിക സഹായം ലഭിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾക്ക് അമേരിക്ക നേതൃത്വം നൽകുന്നത് തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പവിത്രമായ മാസം പ്രതിഫലനത്തിനും നവീകരണത്തിനുമുള്ള സമയമാണ്. ഈ വർഷം അത് വളരെ വേദനാജനകമായ ഒരു നിമിഷത്തിലാണ് വരുന്നത്. ഗാസയിലെ ഈ യുദ്ധം പലസ്തീനികൾക്ക് ഭയാനകമായ യാതനകളാണ് സൃഷ്ടിച്ചത്. 30,000-ലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടു. മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള കുടിയേറ്റക്കാരുടെ സംഭാവനകളിൽ പടുത്തുയർത്തപ്പെട്ട രാജ്യമായ അമേരിക്കയിൽ ഇസ്ലാമോഫോബിയയ്ക്ക് ഒരു സ്ഥാനവുമില്ല. മുസ്ലിങ്ങൾ, സിഖുകാർ, ദക്ഷിണേഷ്യക്കാർ, അറബ് അമേരിക്കൻ കമ്മ്യൂണിറ്റികൾ എന്നിവയ്ക്കെതിരായ വിദ്വേഷം എവിടെ സംഭവിച്ചാലും അതിനെ നേരിടാൻ ഭരണകൂടം പ്രതിജ്ഞാബദ്ധമാണ്. എല്ലാവർക്കും സുരക്ഷിതവും ആരോഗ്യകരവും അനുഗ്രഹീതകരവുമായ ഒരു മാസം ആശംസിക്കുന്നു. റമദാൻ കരീം. ഇസ്രയേലിനെ സഹായിക്കുന്നതിനേക്കാൾ ദ്രോഹിക്കുകയാണ് ചെയ്തതെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. നെതന്യാഹുവിന് ഇസ്രയേലിനെ പ്രതിരോധിക്കാനും ഹമാസിനെതിരെ പോരാടാനുമുള്ള അവകാശമുണ്ട്. എന്നാൽ യുദ്ധത്തിന്റെ അനന്തരഫലമായി നഷ്ടപ്പെടുന്ന നിരപരാധികളുടെ ജീവൻ കൂടി അദ്ദേഹം ശ്രദ്ധിക്കണം. എന്റെ കാഴ്ചപ്പാടിൽ നെതന്യാഹു ഇസ്രയേലിനെ സഹായിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരെ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത്. ബൈഡൻ ആണ് ഇപ്രകാരം പറഞ്ഞത്. ഗാസയ്ക്കെതിരായ ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ ബൈഡൻ പിന്തുണയ്ക്കുന്നതിന്റെ പേരിൽ അമേരിക്കയിൽ നിന്നുൾപ്പെടെ പ്രതിഷേധം ഉയരുന്നതിനിടയിലാണ് ബൈഡന്റെ പ്രസ്താവന. അതിനിടെ ബൈഡന്റെ പ്രസ്താവനയ്ക്ക് മറുപടി നൽകി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി. ബൈഡന് തെറ്റുപറ്റി എന്നാണ് നെതന്യാഹു പറഞ്ഞത്. ഭൂരിപക്ഷം വരുന്ന ഇസ്രയേലുകളുടെ താൽപര്യത്തിന് വിരുദ്ധമായി സ്വകാര്യ നയങ്ങളാണ് താൻ പിന്തുടരുന്നതെന്നും അത് ഇസ്രയേലിന്റെ താൽപര്യങ്ങളെ വ്രണപ്പെടുത്തുന്നു എന്നുമാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെങ്കിൽ ആ 2 കാര്യങ്ങളിലും അദ്ദേഹത്തിന് തെറ്റുപറ്റി. ഇപ്രകാരം നെതന്യാഹു പറഞ്ഞു. ഗാസയ്ക്കെതിരായ യുദ്ധത്തെ തുടക്കം മുതൽ തന്നെ അമേരിക്ക പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ബൈഡൻ തുടർച്ചയായി നടത്തിവരുന്ന പരസ്യ എതിർപ്പുകളിൽ നെതന്യാഹുവിന് നിരാശയുണ്ട് എന്നാണ് പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.